ഇന്ന് നമുക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്നൊരു വ്യത്യസ്തമായ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി. എന്നാൽ അവൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ തന്റെ ഭർത്താവിന് അവളോട് താല്പര്യമില്ല എന്ന കാര്യം മനസ്സിലായി. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൾ പ്രഗ്നന്റ് ആകും. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവളുടെ ഭർത്താവല്ല, പിന്നെ ആരായിരിക്കാം? എന്നാൽ മറ്റൊരാളാണെങ്കിലോ തന്റെ ഭാര്യയെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നത് ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെങ്കിലോ. ഇതുപോലെ ഞെട്ടിക്കുന്ന ബാക്കി 2 കഥകൾ കൂടിയുണ്ട്. മുഴുവനായി 4 കഥകൾ. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രണകരാജ് എന്നൊരാളിനെയാണ്. എന്നും സ്കൂള് വിട്ടു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ രണകരാജന്റെ വീട്ടില് മാവിൽ കല്ലെറിയും. അയാൾക്കത് ഇഷ്ടമല്ല. ആദ്യം അയാൾ ആ ഒരു കുട്ടിയെ വിരട്ടും. എന്നാൽ അടുത്ത ദിവസവും അവൻ ഇതുപോലെ കല്ലെറിയും. ദേഷ്യമെന്ന രണകരാജാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് അവനെ വെടിവെച്ച് കൊന്നുകളയുന്നു. ആ കേസ് അന്വേഷിക്കാൻ എത്തുന്ന പോലീസിന് തോക്ക് കിട്ടത്തില്ല. കാരണം എന്തെന്നാൽ ഈ രണകരാജ് തോക്ക് കൊണ്ടുവന്ന് അടുത്തുള്ളൊരു പുഴയിൽ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ആ തോക്ക് താന്നു പോവാതെ അവിടെയുണ്ടായിരുന്ന ഒരു തെർമോകോളിന് മുകളിലാണ് കിടന്നത്. ആ തോക്ക് മറ്റൊരാൾക്ക് കിട്ടും. അവിടെ നിന്നുമാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും. അതിനുശേഷം കാണിക്കുന്നത് മതി എന്നൊരു പെൺകുട്ടിയാണ്. അവൾ പുതുതായി വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടില് അമ്മാവനും അമ്മായിയും പിന്നെ ഭർത്താവും അവളും കൂടാതെ അവരുടെ ഒരു അകന്ന ബന്ധുവായ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവിന്റെ റൂമിലേക്ക് അവൾ പാലുമായിട്ടൊക്കെ കടന്നു ചെല്ലും. ഭർത്താവിനെ കാത്ത് റൂമിലിരിക്കുകയാണ് മതി. മറ്റൊരു വശത്ത് സാവിത്രി എന്നൊരു സ്ത്രീയാണ് കാണിക്കുന്നത്. സാവിത്രിക്ക് റോഡൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോലിയാണ്. മാത്രവുമല്ല അവൾക്ക് ഒരുപാട് കടമുണ്ട്. കടം വാങ്ങിയതിനാൽ അതിന്റെ ടെൻഷനിലിരിക്കുകയാണ് സാവിത്രിയും. സാവിത്രിക്ക് ഒരു മകൾ കൂടിയുണ്ട്. അവളുടെ പേരാണ് കാർത്തി. അതിനുശേഷം കാണിക്കുന്നത് അനിത എന്നൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടില് അവളുടെ അച്ഛൻ, അമ്മ, സഹോദരനാണുള്ളത്. അനിതയുടെ വീട്ടിലുള്ളവർക്ക് ജാതിയെ പറ്റിയൊക്കെ കുറച്ച് ചിന്തയുള്ളവരാണ്. എന്നാൽ ഈ അനിതയാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ ഇവരുടെ ജാതിയല്ല. ആ വിവരം അറിഞ്ഞ വീട്ടുകാരാണെങ്കിൽ അനിതയോട് സഹകരിക്കുന്നതൊക്കെ കുറച്ചു. പക്ഷെ അച്ഛൻ അനിതയെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ അവളെ ഉപദേശിക്കും. നീ ആ ഒരു കാര്യം മറന്നു കളയുവാനായിട്ടും അച്ഛൻ പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാജ എന്നൊരു ഓട്ടോ ഡ്രൈവറിനെയാണ്. ഈ രാജയുടെ വൈഫിന് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് പുതിയൊരു ഡോണറിനെ കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം. അതിന് 50 ലക്ഷം രൂപയാകുമെന്നും ഡോക്ടർ പറയുന്നു. ഒരു ദിവസം കൂടി മാത്രമേ രാജയ്ക്ക് ടൈമുള്ളൂ. അതിനു മുൻപായിട്ട് ക്യാഷ് അടച്ചാൽ ഓപ്പറേഷൻ നടത്താമെന്നും ഡോക്ടർ പറയും. എന്നാൽ രാജയാണെങ്കിലോ താൻ എവിടുന്ന് കാശൊപ്പിക്കുമെന്ന ചിന്തയിലിരിക്കുകയാണ്. വെറും ഒരു ഓട്ടോ ഡ്രൈവറായ രാജയ്ക്ക് എങ്ങനെയാ 50 ലക്ഷമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒപ്പിക്കാനാകുക? ആ ഒരു ടെൻഷനിലിരിക്കുകയായിരുന്നു രാജ. എന്നാൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സാവിത്രിയാണെങ്കിൽ തന്റെ വീടിന് മുന്നിലായിട്ട് ഒരുപാട് പേരുടെ ചെരുപ്പ് കിടക്കുന്നത് കാണും. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ കണ്ടത് അവൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് കാശ് വാങ്ങിയിരുന്നു. അത് തിരികെ ചോദിക്കാനെത്തിയ ഗുണ്ടകളായിരുന്നു അത്. എന്നാൽ അവിടെ മാറി നിന്ന് കരയുകയാണ് സാവിത്രിയുടെ മകളായ കാർത്തി. എന്നാൽ ആ ഗുണ്ട പറയുന്നുണ്ട്, എത്രയും വേഗം കാശ് തന്നോളണം. നിനക്ക് ഒരു ദിവസം മാത്രമാണ് സമയമുള്ളത്. അതിനു മുൻപ് കാശ് തന്നില്ല എങ്കിൽ ഇപ്പോൾ കണ്ടതുപോലെ ആയിരിക്കില്ല ഇനി സംഭവിക്കുന്നതെന്ന് വിരട്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. തന്റെ മകളടുത്തേക്ക് വന്ന സാവിത്രി കാണുന്നത് അവളുടെ ബന്നിനൊക്കെ കീറിയിരിക്കുന്നതാണ്. വന്ന ഗുണ്ടകളെല്ലാം അവളോട് മോശമായി പെരുമാറി എന്ന കാര്യം സാവിത്രിക്ക് മനസ്സിലായി. സാവിത്രിയും ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഉറക്കമുണരുന്ന മതിയുടെ ദേഹമാസകലം മുറിവായിരുന്നു. തലേ ദിവസം ഭർത്താവിനൊപ്പമുള്ള നിമിഷങ്ങൾ കാരണമാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതും. അങ്ങനെ അവൾ ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി താഴെ അടുക്കളയിലേക്ക് വന്നു. അവിടെ അപ്പോൾ അമ്മായിയമ്മയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം. താൻ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അടുക്കളയിലെ ഫുൾ കൺട്രോളും അവൾ ഏറ്റെടുക്കുകയാണ്. എന്നാൽ അവളെ തന്നെ മോശമായ രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവരുടെ ഒരു ബന്ധു പയ്യൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പയ്യൻ. സാവിത്രി തന്റെ മകളോട് പറയുന്നുണ്ട്, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും നീ നന്നായിട്ട് പഠിക്കണം. നിന്റെ പഠിത്തം മാത്രം നീ കളയരുത്. നീ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഡോക്ടർ ആകണമെന്ന് സാവിത്രി തന്റെ മകളായ കാർത്തിയോട് പറയുന്നു. മറ്റൊരു വശത്ത് രാജയാണെങ്കിൽ രാജ എപ്പോഴും ഒരു അണ്ണനോടൊപ്പമാണ് നടക്കുന്നത്. ആ അണ്ണനെ വിളിച്ചിട്ട് കുറച്ച് കാശുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അണ്ണൻ പറയുന്നത്, നീ ഒരു വലിയ ഗുണ്ടയല്ലായിരുന്നു. എന്നിട്ട് നിന്റെ ആ മൂല്യം മനസ്സിലാക്കാതെ ദേ നീ ഇപ്പോൾ ഓട്ടോ ഓടിച്ചു നടക്കുന്നു. നീ എന്നോടൊപ്പം വാ, നീ ആഗ്രഹിക്കുന്ന കാശ് കിട്ടുമെന്നും ആ ഒരു അണ്ണൻ അവനോട് പറയുന്നു. അതിനുശേഷം രാജ നേരെ വന്നത് തന്റെ വൈഫിനെ കാണുവാനായിട്ടാണ്. രാജ വൈഫിന്റെ വീട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കിയാണ് അവളെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ പാരന്റ്സിന്റെ സപ്പോർട്ടൊന്നും അവർക്കില്ല. എന്നാൽ വൈഫ് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അച്ഛനോട് കാശ് ചോദിരേ, അച്ഛൻ തരും. അതിൽ ഓപ്പറേഷൻ നടത്താമെന്നും അവൾ പറയുമ്പോൾ രാജയ്ക്ക് അത് കേട്ടതും ദേഷ്യം വരും.
എന്താ, എനിക്ക് സമ്പാദിച്ച് എനിക്ക് നിന്റെ ഓപ്പറേഷൻ നടത്താനായിട്ട് പറ്റില്ല എന്നാണോ നീ പറയുന്നത് എന്ന് രാജ ചോദിക്കുന്നു. ഒരു ദിവസത്തിനകം 50 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവരും, നിന്റെ ഓപ്പറേഷനും നടത്തും, നീ സമാധാനമായിരിക്കുന്ന രാജ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മറ്റൊരു വശത്ത് മതി തന്റെ അച്ഛനെ വിളിച്ചിട്ട് ഈ വീട്ടുകാരെല്ലാം നല്ലവരാ, എന്നോട് എന്ത് സ്നേഹമാണ് എന്നൊക്കെയുള്ള കാര്യം അച്ഛനോട് പറയുന്നു. എന്നിട്ട് പറയും, ഞാൻ ഇനി മുതൽ ജോലിക്ക് പോയാൽ എന്തെന്നാ ആലോചിക്കുന്നത്, ആ കാര്യം എന്റെ ഭർത്താവിനോട് സംസാരിക്കണമെന്ന് അവൾ പറയുന്ന സമയത്ത് അച്ഛനൊരു കാര്യം ചിന്തിക്കും. എന്തെന്നാൽ തന്റെ മകൾ ഒരു ജോലിക്കും പോകാതെ വീട്ടിലൊരു അടിമയെ പോലെ കിടന്നോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. ആ ഒരു കാര്യം അച്ഛൻ ആലോചിക്കും. അതിനുശേഷം മതി നേരെ വന്നത് തന്റെ ഭർത്താവിന്റെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഭർത്താവ് നല്ല ഉറക്കമായിരുന്നു. ഇന്നും നേരത്തെ ഉറങ്ങിയോ എന്നവൾ ചോദിച്ചുകൊണ്ട് ഭർത്താവിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കും. അതേസമയം തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അതൊരു പെണ്ണിന്റെ നമ്പറായിരുന്നു. അത് കണ്ടതും മതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഞെട്ടി നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് സാവിത്രിയെ കാണിക്കും. സാവിത്രിയാണെങ്കിൽ തന്റെ കൂട്ടുകാരനായ നദീറിനെ കാണുവാനായി എത്തുകയാണ്. എന്നിട്ട് നദീറിനോട് ആ ഒരു റൗഡിയെ പറ്റി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ചിന്തിച്ച് കംപ്ലൈന്റ് കൊടുക്കുവാനായും പോകും. എന്നാൽ ആ പോലീസ് പറയുന്നത്, നീ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്തതിനല്ലേ അവർ വന്ന് പ്രശ്നമുണ്ടാക്കിയത്, പിന്നെ നിന്റെ മകളോട് മോശമായി പെരുമാറിയത്, അത് പിന്നെ നിന്റെ മകൾ ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടല്ലേ അവർ അങ്ങനെ പെരുമാറിയത്, ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമോ എന്നൊക്കെ പോലീസുകാരാണെങ്കിൽ മോശമായിട്ടാണ് അവളോട് സംസാരിക്കുന്നതും. സാവിത്രിക്ക് അതൊന്നും താങ്ങാനായും പറ്റിയില്ല. സാവിത്രി ആകെ ടെൻഷനിലാണ്. ഇനി ആകെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ അത്രയും കാശ് കണ്ടെത്തുക എന്ന ടെൻഷനിൽ നിൽക്കുകയാണ് സാവിത്രി. അനിതയുടെ അച്ഛൻ എന്തോ ആവശ്യവുമായി ബന്ധപ്പെട്ട് കാറിൽ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് അനിതയുടെ അച്ഛൻ പോകുന്നതും. അപ്പോൾ അനിതയുടെ അച്ഛന് ഒരു കോൾ വരികയാണ്. എന്തെന്നാൽ അനിതയുടെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകളാണെങ്കിൽ മറ്റൊരു ജാതിയിലുള്ള ഒരു പയ്യനെ പ്രണയിച്ചു. അവരാണെങ്കിലോ അനിതയുടെ അച്ഛന്റെ ആ ഒരു ജാതിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അനിതയുടെ അച്ഛന്റെ കൂട്ടുകാരനാണെങ്കിൽ തന്റെ മകളുടെ കാമുകനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. അതിപ്പോൾ ആകെ വിഷയം. പോലീസുകാരെല്ലാം അത് വലിയ പ്രശ്നമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിതയുടെ അച്ഛനാണല്ലോ ഇപ്പോൾ ജാതി സംഘ തലവൻ. അതുകൊണ്ട് അനിതയുടെ അച്ഛനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുവാനായിട്ട് എല്ലാവരും കൂടി ക്ഷണിക്കും. നമ്മുടെ ജാതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിൽ ഇടപെടും എന്ന് പറഞ്ഞാണ് അനിതയുടെ അച്ഛൻ അവിടേക്ക് പോകുന്നതും. എന്നാൽ അദ്ദേഹം ഉടനെ തന്നെ കാറിന്റെ പിൻ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തോക്കിരിക്കുന്നതായി കാണിക്കുന്നുമുണ്ട്. ഒരു ദിവസം രാത്രി മതി തന്റെ ഭർത്താവിനൊപ്പം ഫുഡ് കഴിക്കുവാനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. അവളാണെങ്കിൽ ഇട്ടിരുന്ന ഡ്രസ്സ് ജീൻസും ടോപ്പുമായിരുന്നു. അത് കാണുന്ന അമ്മായിയമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല. നമ്മുടെ കൾച്ചറിന് ചേർന്നതല്ല ഈ ഒരു ഡ്രസ്സ്, അതുകൊണ്ട് മോള് പോയി സാരി ഉടുത്തിട്ട് പോയാൽ മതിയെന്ന് മതിയോട് പറഞ്ഞു. പക്ഷെ ആ ഒരു വാചകം മതിക്ക് അത്ര ഇഷ്ടമായിട്ടേയില്ല. എന്നാലും അവൾ സാരിയൊക്കെ ഉടുത്ത് ഭർത്താവിനൊപ്പം ഫുഡ് കഴിക്കുവാനായും പോയി. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഭർത്താവ് സർപ്രൈസ് എന്ന് പറഞ്ഞ് രേഖ എന്നൊരു പെൺകുട്ടിയെ അവളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാരാണെന്ന് മതി ചോദിക്കുമ്പോൾ മതിയുടെ ഭർത്താവ് പറയുന്നത്, ഇവൾ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഞങ്ങളുടെ ബന്ധുവാണ്, കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചാ വളർന്നത് എന്നുള്ള കാര്യമൊക്കെ ഭർത്താവ് പറയും. രേഖയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തല്ലോ. അതിനുശേഷമാണ് മതിയുടെ ഭർത്താവ് വാഷ്റൂമിലേക്ക് പോയതും. ആ തക്കം നോക്കി രേഖ മതിയോട് പറയും, പണ്ടിവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇവനാണെങ്കിൽ എന്റെ വലയിൽ വീണില്ല, ഇവൻ ദേ നിന്നെ കെട്ടുകയും ചെയ്തു എന്ന് പറയുന്നതൊന്നും മതിക്കത്ര ഇഷ്ടമായതേയില്ല. മാത്രവുമല്ല മതിയുടെ മുന്നിൽ ഈ രേഖയെ പരിചയപ്പെടുത്തിയത് പോലും അവൾക്ക് ഇഷ്ടമാകാതെ ഇരിക്കുകയാണ്. ഈ രാജ ഒരു ചേട്ടനെ വിളിച്ചില്ലേ കാശ് ചോദിക്കുവാനായിട്ട്. ആ ചേട്ടനാണെങ്കിൽ അവന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എത്രയും വേഗം ഒരു കാറ് റെഡിയാക്കണമെന്ന് പറഞ്ഞു. അവർക്ക് എന്തോ ഒരു കൊട്ടേഷൻ കിട്ടിയിരിക്കുകയാണ്. അയാളാണെങ്കിൽ കാറും റെഡിയാക്കും. മറ്റൊരു വശത്ത് രാജയാണെങ്കിൽ കാശിനു വേണ്ടി തെണ്ടി തിരിഞ്ഞു നടക്കുകയാണ്. കൂട്ടുകാരോടെല്ലാം കടം ചോദിക്കും. പക്ഷെ ആരുടെ കയ്യിലും അത്രയും വലിയ തുകയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ തന്റെ ഓട്ടോ വിൽക്കുകയാണ്. അങ്ങനെ 2 ലക്ഷം രൂപ കിട്ടി. പക്ഷെ ഈ 2 ലക്ഷം രൂപ കൊണ്ട് എന്താകാൻ? 50 ലക്ഷമല്ലേ അവന് വേണ്ടത്. ആ ഒരു ടെൻഷനിലിരിക്കുകയാണ് രാജ. മറ്റൊരു വശത്ത് രാത്രി നിന്ന് ജോലി ചെയ്യുകയായിരുന്നു സാവിത്രിയും. അതേസമയം ഒരു ട്രാൻസ്ജെൻഡറിനെ ഒരാളാണെങ്കിൽ കാറിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ടാണ് പോകുന്നതും. അവർക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ശരീരമാസകലം മുറിവും ഉണ്ടായിരുന്നു. ആവശ്യം കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇങ്ങനെയാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ട്രാൻസ്ജെൻഡർ കരയും. അത് കണ്ട് സങ്കടം വന്ന സാവിത്രിയാണെങ്കിൽ ആ സ്ത്രീയുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവിടെ നിന്നും അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. മറ്റൊരു വശത്ത് മതിയെ കാണിക്കും. മതിയാണെങ്കിൽ രാത്രി ഉറങ്ങാതെ തന്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഭർത്താവാണെങ്കിലും അടുത്തിരുന്ന് ലാപ്ടോപ്പും കുത്തിയിരിക്കുകയാണ്. എപ്പോഴാ തന്റെ ഭർത്താവ് തന്റെ അടുത്തേക്ക് വരുന്നത്? അതോ എന്നോടൊരു താല്പര്യവുമില്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കും. ഉറക്കം വന്നതിനാൽ അവൾ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. കാറിലെ ബാക്ക് സീറ്റിൽ തോക്കിരിക്കുന്നത് അനിതയുടെ അച്ഛൻ കണ്ടല്ലോ. അച്ഛനാണെങ്കിൽ ഇത് ആരുടെ തോക്കാ, ഇതെങ്ങനെ വണ്ടിയിൽ വന്നു എന്നൊക്കെ ചിന്തിച്ച് അതെടുത്ത് കാറിന്റെ ഡാഷ്ബോർഡിലേക്ക് വെക്കും.
അതേസമയം തന്നെ അച്ഛനൊരു കോൾ വരും. വിളിച്ചത് അയാളുടെ മകനായിരുന്നു. അച്ഛാ, അനിത രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നു. ദേ, കോളേജിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മുടെ ജാതിക്കത് നാണക്കേടാണെന്ന് മകൻ പറയുന്നത് കേട്ട് അച്ഛൻ പറയുന്നത്, ഒരു കാര്യം ചെയ്, നീ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോ. എന്നിട്ട് ആ ഒരു കല്യാണം അവിടെ തടഞ്ഞു നിർത്താൻ നോക്ക്. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും. നമ്മുടെ ജാതിക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് അനിതയുടെ അച്ഛൻ അവിടേക്ക് പോകുന്നതും. അനിതയുടെ അച്ഛൻ കാറ് വേഗം ഓടിക്കുമ്പോൾ അറിയാതെ ഒരു 2 വീലറിൽ വന്നിരിക്കും. ആ പയ്യനാണെങ്കിൽ ചെറിയ പരിക്കേ പറ്റിയിരുന്നുള്ളൂ. പുറത്തിറങ്ങിയ അച്ഛനാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ, എന്നോട് ക്ഷമിക്ക്, അറിയാതെ പറ്റിപ്പോയതാ എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല എന്ന് ആ പയ്യനും പറയുന്നു. എന്നാൽ കാറിൽ കയറി പോകുവാനായി ഒരുങ്ങുന്ന അച്ഛന്റെ കൈയൊക്കെ പടപടാന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അച്ഛന് കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പേടിച്ചൊരവസ്ഥയായിരുന്നു. അതാ പയ്യൻ കണ്ടു. അവൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുവാനായി നിൽക്കുകയാണ്. എവിടേക്കാ പോകേണ്ടതെന്ന് അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഞാനും അവിടേക്കാ പോകുന്നത്, ഞാൻ വണ്ടി ഓടിക്കാമെന്നും ആ പയ്യൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതും. സാവിത്രിക്ക് കുപ്പയിൽ നിന്നും ഒരു തോക്ക് കിട്ടി. അവൾ അതുമായി നേരെ കൂട്ടുകാരനായ നദീറിനടുത്തേക്ക് വരും. അത് കാണുന്ന നദീർ ചോദിക്കുന്നത്, ഇത് എവിടെന്നാ ഈ തോക്ക് കിട്ടിയത്? നീ ആ ഗുണ്ടയെ കൊല്ലുവാനായിട്ട് ഒപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലടാ, ഇതെനിക്ക് കുപ്പയിൽ നിന്ന് കിട്ടിയതാ. നീ ഈ തോക്ക് വിറ്റിട്ടെങ്കിലും എനിക്ക് കുറച്ച് കാശ് ഒപ്പിച്ചതാന്ന് അവൾ പറയുന്നു. മറ്റൊരു വശത്ത് മതിയെ കാണിക്കുകയാണ്. മതിയാണെങ്കിൽ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നു. ആ വീട്ടിലെ സകല ജോലിയും ഇപ്പോൾ ചെയ്യുന്നത് മതിയാ. മാത്രമല്ല ജോലി എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവൾ അവളുടെ ഭർത്താവിനെ വിളിക്കുമ്പോഴും ഭർത്താവ് കോൾ എടുക്കുന്നതേയില്ല. ഭർത്താവിനെ കാത്തിരിക്കുകയാണ് മതി. കാശൊപ്പിക്കാൻ കഴിയാതെ വല്ലാതെ വട്ടെടുത്ത് നിൽക്കുകയാണ് രാജ. രാജ എങ്ങനെയെങ്കിലും ആ ഗുണ്ടകളോടൊപ്പം ചേർന്ന് ആ ഒരു തൊഴിൽ ചെയ്തിട്ടായാലും കാശൊപ്പിക്കാമെന്നും തീരുമാനിക്കുന്നു. നദീർ ആ തോക്ക് ഒരു സേട്ടിനോട് വിലപേശി. സേട്ടാണെങ്കിലോ 30,000 രൂപ കൊടുക്കാമെന്നും പറഞ്ഞു. അതിന് നദീർ സമ്മതിക്കുകയും ചെയ്തു. സേട്ടിന് തോക്ക് കൈമാറുന്ന ആ ഒരു ദിവസം വരെ അത് ഭദ്രമായി സൂക്ഷിക്കണമെന്ന് നദീർ പ്രത്യേകിച്ച് സാവിത്രിയോട് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല നദീർ ജോലി ചെയ്ത് സമ്പാദിച്ച് ഒരു 10,000 രൂപ സാവിത്രിയെ ഏൽപ്പിച്ചിട്ട് നിനക്ക് കടം തീർക്കാൻ ഇതും കൂടി ഉപയോഗിച്ചു എന്ന് പറയും. മതിയുടെ ഭർത്താവ് ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മതിയാണെങ്കിൽ എനിക്ക് സ്പെഷ്യലായിട്ട് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പെട്ടി തുറന്നു നോക്കും. അപ്പോൾ അതിനുള്ളിൽ നെയിൽ പോളിഷ് കാണുകയാണ്. അത് കണ്ട മതി വിചാരിക്കുന്നത് അത് അവൾക്ക് കൊണ്ടുവന്നതാണെന്നാണ്. എന്നാൽ അതേ സമയം തന്നെ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള രേഖയുണ്ടല്ലോ, രേഖയും അവിടേക്ക് വരും. അന്നേ ദിവസം തന്നെ അവരെല്ലാവരും അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. കുറെ നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. എന്നാൽ രേഖയുടെ പെരുമാറ്റമൊന്നും മതിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അന്നേ ദിവസം രേഖ അവിടെ തന്നെയാണ് തങ്ങിയതും. അടുത്ത ദിവസം രാവിലെ മതി വല്ലാതെ ഗ്ലൂമിയായി ഇരിക്കുന്നത് അമ്മായിയമ്മ കാണും. വിവരം തിരകുന്ന സമയത്ത് മതിയാണെങ്കിൽ ഒരു പ്രഗ്നൻസി കിറ്റ് അമ്മയെ എടുത്ത് കാണിക്കുകയാണ്. അതിൽ പോസിറ്റീവ് ആയിരുന്നു. അത് കണ്ട അമ്മയാണെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് അനന്തരാവകാശി വരാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ അത് കൺഫേം ചെയ്യുകയും ചെയ്തു, മതി പ്രഗ്നന്റ് ആണെന്ന്. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. മതി കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടിരിക്കുന്നു. എന്തെന്നാൽ ഒരിക്കൽ വെളുപ്പിന് 3 മണിക്ക് തന്റെ അടുത്ത് കിടക്കുന്ന ഭർത്താവിനെ കാണുന്നില്ല. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് അവൾ അവിടെ ആകെ അന്വേഷിച്ചു. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അവൾ ശ്രദ്ധിക്കും. ഒരു റൂമിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നതും. എന്തായിരിക്കും ആ ശബ്ദം എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മതിയാണെങ്കിൽ അവിടേക്ക് പോയി നോക്കും. അപ്പോൾ കാണുന്നത് തന്റെ ഭർത്താവും അയാളുടെ റിലേറ്റീവ് ഒരു പയ്യൻ ആ ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ, ആ പയ്യനുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതാണ്. അത് കണ്ടവൾ ഞെട്ടിപ്പോകും. അവൾക്ക് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, തന്റെ ഭർത്താവ് ഒരു ഗേ ആണെന്ന്. അവൾക്ക് ആ ഒരു കാഴ്ച താങ്ങുവാനായും പറ്റിയില്ല. എന്നാൽ മറ്റൊരു വശത്ത് സാവിത്രിക്കാണെങ്കിൽ തോക്ക് വിൽക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്നാൽ ആ ഒരു സേട്ടിനെ പോലീസ് പിടിച്ചിരിക്കുന്നു. പോലീസ് പിടികൂടിയതിനാൽ സേട്ടിന്റെ കയ്യിൽ നിന്ന് കാശും കിട്ടിയില്ലല്ലോ, തോക്കും വിറ്റില്ല. താൻ എങ്ങനെ കടം തീർക്കും എന്ന ടെൻഷനിലിരിക്കുകയായിരുന്നു സാവിത്രി. എന്നാൽ രാജയ്ക്കാണെങ്കിൽ പുതിയൊരു കൊട്ടേഷൻ കിട്ടിയിരിക്കുകയാണ്. അവനവന്റെ പ്രിയപ്പെട്ടൊരു ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ, ആ ചേട്ടൻ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്, അവരെ കൊന്നുകളയണം. അതിനു വേണ്ടിയിട്ട് കുറെ കാശും കൊടുത്തിട്ട് രാജയുടെ കയ്യിൽ ഒരു തോക്കും കൊടുത്ത് അവനെ പറഞ്ഞുവിടും. അവനാണെങ്കിലോ ആ സ്ത്രീയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. നാടിനു വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നതും മാത്രമല്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെതിരായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൊല്ലിച്ചതും.
മറ്റൊരു വശത്ത് അനിതയുടെ അച്ഛനാണെങ്കിൽ കാറിൽ പോവുകയാണല്ലോ. കൂടെ ആ പയ്യനുമുണ്ട്. അവൻ രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോകുന്നതെന്ന കാര്യം അച്ഛനോട് അവൻ പറഞ്ഞിരുന്നു. എന്തിനാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നതെന്ന് അനിതയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ, അതോ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു, അവളുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നടക്കാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. അതിൽ നിന്നും അച്ഛൻ ഒരു കാര്യം മനസ്സിലായി. അനിതയെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്ന അവളുടെ കാമുകൻ ഈ ഇരിക്കുന്ന പയ്യനാണെന്ന് അച്ഛന് മനസ്സിലായി. എന്നാലും താൻ അനിതയുടെ അച്ഛനാണെന്ന് അവന് മനസ്സിലാകാത്ത വിധം അച്ഛൻ സംസാരിക്കും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രണയിക്കുന്നത്? വീട്ടുകാരെ വേദനിപ്പിച്ച് എന്തിനാ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നൊക്കെ അനിതയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ആ പയ്യൻ ജാതിക്കെതിരായാണ് സംസാരിക്കുന്നത്. എന്നാൽ അവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ് ഒക്കെ നടക്കും. മറ്റൊരു വശത്ത് മതിയോട് അവളുടെ ഭർത്താവാണെങ്കിൽ അന്നേ ദിവസം രാത്രി തന്നെ മാപ്പ് പറയും. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവരൊരുപാട് പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്തു നോക്കി. പക്ഷെ എന്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാകുമോ? ഇല്ല. ഞാൻ അവരോട് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ കേൾക്കത്തില്ല. നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും അവർ മനഃപൂർവ്വമാണ്. വിവാഹം കഴിപ്പിച്ചാലെങ്കിലും ഞാൻ മാറുമെന്ന് കരുതി. പക്ഷേ ഇല്ല, എന്റെ മനസ്സ് ഇങ്ങനെ തന്നെയാണ്. അത് കേട്ട മതി പറയുന്നത്, എല്ലാം എല്ലാവർക്കും അറിയാമെങ്കിൽ എന്തിനാ എന്റെ ജീവിതം നശിപ്പിച്ചത്? അപ്പോൾ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആരുടേതാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പറയുന്നത്, ആ കുഞ്ഞ് എന്റെ അല്ല, അതെന്റെ കുഞ്ഞേ അല്ലെന്ന് അവൻ തുറന്നു പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സാവിത്രി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച സാവിത്രിയുടെ മകളെ ആ ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് റേപ്പ് ചെയ്തിരിക്കുന്നതാണ്. ആ കുഞ്ഞാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരുപാട് കരയും. അത് കണ്ട് അവൾക്ക് സഹിക്കത്തില്ല. സാവിത്രി തന്റെ മകളെ കെട്ടിപ്പിടിച്ച് ഉറക്കി കരയും. അനിതയുടെ അച്ഛനും ആ ഒരു പയ്യനും കാറിൽ വരുന്ന സമയത്ത് അനിതയെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും അവരുടെ ലവ് സ്റ്റോറിയെല്ലാം ആ പയ്യൻ അനിതയുടെ അച്ഛനോട് പറയുകയാണ്. അച്ഛനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുമുണ്ട്. മറ്റൊരു വശത്ത് മതിയാണെങ്കിൽ ഡോക്ടറിനെ കാണുവാനായും ചെല്ലും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. ഡോക്ടറിനോട് കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടറിനും ഈ അനിതയുടെ ഭർത്താവ് ഗേ ആണെന്നുള്ള കാര്യം അറിയാമായിരുന്നു. അവരെല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അവൻ ഈ വിവാഹം കഴിച്ചതും. എന്നാൽ അവൾ സംസാരിക്കുന്നതെല്ലാം കേട്ട് തല കുനിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. മതി ഇപ്പോൾ അബോർഷൻ ചെയ്യുവാനായിട്ടും റെഡിയായിരിക്കുകയാണ്. മറ്റൊരു വശത്ത് രാജയ്ക്കാണെങ്കിൽ കാശ് കിട്ടിയിട്ടുണ്ടല്ലോ. രാജയും അവന്റെ അണ്ണനും അസിസ്റ്റന്റും ചേർന്ന് ആ ഒരു കാശ് പകുതിയായിട്ട് എടുക്കാമെന്നും തീരുമാനിക്കും. പക്ഷെ രാജയുടെ അണ്ണനാണെങ്കിലോ 60% എനിക്ക്, ബാക്കി 20% നിനക്ക്, 20% ഇവനെന്ന് പറയും. അത് കേട്ടതും രാജയുടെ അസിസ്റ്റന്റിനൊക്കെ ദേഷ്യം വരുന്നു. അവൻ പറയും, അതെങ്ങനെയാ ശരിയാകുന്നത്? നമ്മൾ 3 പേരും ചേർന്നെടുത്ത കൊട്ടേഷൻ അല്ലേ അത്? എന്നിട്ട് നമുക്ക് എല്ലാവർക്കും പകുതി എടുക്കാം, അതല്ലേ ന്യായമെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ആ ഒരു അണ്ണന് ദേഷ്യം വരും. ഇനി നീ വല്ലതും മിണ്ടിയാൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തും. എന്നാൽ അസിസ്റ്റന്റിന്റെ കയ്യിലും ഒരു തോക്കുണ്ടായിരുന്നു. എന്നോട് വല്ലതും പറഞ്ഞാൽ ഞാൻ ഇതെടുത്ത് വെടിവെക്കുമെന്ന് അസിസ്റ്റന്റും പറയും. എന്നിട്ട് ആ ഒരു തോക്ക് ശരിയാക്കുവാനായിട്ട് അസിസ്റ്റന്റ് അത് രാജയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ ആ അണ്ണൻ എന്ത് ചെയ്യും? അണ്ണന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ആ പയ്യനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. അത് കണ്ട് രാജയും ഞെട്ടിപ്പോകും. അതിനുശേഷം അണ്ണനൊപ്പം കാറിൽ വരികയായിരുന്ന രാജയാണെങ്കിൽ, അണ്ണാ, ഈ ഒരു പൈസ മുഴുവനായും എനിക്ക് തരണം. ഇത്രയും കാശ് കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്റെ ഭാര്യയെ രക്ഷിക്കാനായി പറ്റൂ എന്ന് പറയുമ്പോൾ അണ്ണൻ പറയുന്നത്, ഈ ഒരു കാശ് കൊണ്ടുപോയിട്ട് നിനക്ക് പകുതി ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്. ഇല്ലാതെ നീ കാശിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദേ മറ്റവന്റെ അവസ്ഥ കണ്ടില്ലേ, അതായിരിക്കും നിനക്കെന്ന് പറയും. അത് കേട്ടതും രാജയ്ക്ക് ദേഷ്യം വരുന്നു. അസിസ്റ്റന്റ് ശരിയാക്കുവാനായി കൊടുത്ത ആ ഒരു ഗൺ അവന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അത് എടുത്തു വെച്ച് അണ്ണനെ അങ്ങ് വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം അണ്ണനെയും കത്തിച്ച് കാറും കത്തിച്ചിട്ടാണ് രാജ കാശുമായി അവിടെ നിന്ന് പോകുന്നത്. മറ്റൊരു വശത്ത് മതിയുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും വല്ലാത്ത ദേഷ്യത്തിലിരിക്കുകയാണ്. ഇവരാണെങ്കിൽ തന്റെ മകൻ ഗേ ആണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഒരു ജോത്സ്യനടുത്ത് പോയിട്ട് നോക്കിക്കുകയുണ്ടായി. ജോത്സ്യനോട് പറയുന്നത്, തങ്ങളുടെ മകൻ ഇങ്ങനെയാണെന്ന് പുറത്തറിഞ്ഞാൽ ആകെ നാണക്കേടാണ്. എന്നാൽ അവരുടെ കുടുംബത്തിന് ഒരു അവകാശി വേണം. അവരുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണം. അതെങ്ങനെയെങ്കിലും നടക്കണമെന്നും അമ്മായിയമ്മ പറയുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ അവിടെ അവസാനിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്ന അമ്മായിയമ്മയ്ക്ക് മുന്നിലേക്കാണ് മതിയാണെങ്കിൽ അബോർഷനൊക്കെ ചെയ്തതിനു ശേഷം കയറി വരുന്നതും. അമ്മായിയമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം. നീ എന്താ ചെയ്തത്? നീ കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞോ? നമ്മുടെ കുടുംബത്തിന്റെ അടുത്ത അനന്തരാവകാശിയാണല്ലോ നീ നശിപ്പിച്ചു കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മതി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ്. നിങ്ങൾക്ക് ആ ഒരു വലിയ രഹസ്യം അറിയാഞ്ഞിട്ടും നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ച് എന്നെ വിവാഹം കഴിപ്പിച്ചു. അത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന് മതി പറയുമ്പോൾ അതെല്ലാം കേട്ട് അമ്മായി അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. എന്റെ അടുത്ത അനന്തരാവകാശി നീ നശിപ്പിച്ചുവല്ലേ എന്ന് പറഞ്ഞാണ് അമ്മായി അച്ഛനും അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഈ വീട് വിട്ട് പുറത്തു പോകണമെങ്കിൽ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് തന്നേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ ഈ വീട്ടിൽ നിന്നും പുറത്ത് കടക്കില്ല. നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തന്നാൽ നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിലും തരാമെന്നും അമ്മായി അമ്മയും അമ്മായി അച്ഛനും പറയുന്നു. അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡ് കാണുന്നുണ്ട്. അവനത് തടയാൻ നോക്കിയിട്ടും അവരാരും കേൾക്കുന്നതുമില്ല.
മറ്റൊരു വശത്ത് രാജയുടെ കയ്യിൽ ഇപ്പോൾ കാശുണ്ടല്ലോ. ആ കാശുമായി അവൻ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനെ കാശ് ഏൽപ്പിക്കും. ഡോക്ടറിനോട് രാജ പറയുന്നുണ്ട്, ദേ നിങ്ങൾ ആവശ്യപ്പെട്ടതിലും അധികം കാശ് ഇതിലുണ്ട്. എന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഡോക്ടർ വളരെ സങ്കടത്തോടു കൂടി രാജയോടൊരു കാര്യം പറയുന്നു. ഇനി നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ടിരുന്ന ആളിനെ ആരോ വെടിവെച്ച് കൊന്നു. അതുകൊണ്ട് ഇനി ആ ഒരു ഓപ്പറേഷൻ നടക്കുമെന്ന് തോന്നുന്നില്ല ഡോക്ടർ പറയുന്നു. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ രാജ വെടിവെച്ച് കൊന്ന ആ ഒരു സ്ത്രീയില്ലേ, അവർ തന്നെയാണ് രാജയുടെ ഭാര്യയ്ക്ക് കിഡ്നി കൊടുക്കുവാനായി ഇരുന്നത്. അതെല്ലാം അറിയുന്ന രാജയ്ക്ക് സങ്കടം സഹിക്കാനായും പറ്റുന്നില്ല. രാജയാണെങ്കിൽ തന്റെ ഭാര്യയെ കാണുവാനായും എത്തി. അവൾക്കാണെങ്കിൽ സീരിയസ് ആയിരുന്നു. അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവന്റെ ഭാര്യ മരണപ്പെട്ടു പോകുന്നു. താൻ കാരണമാണല്ലോ തന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രാജ. മറ്റൊരു വശത്ത് കാറിൽ വരികയായിരുന്നു അനിതയുടെ അച്ഛനും അനിതയുടെ കാമുകനും. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്ര വേഗം നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനിതയുടെ അച്ഛനോട് അനിതയുടെ കാമുകൻ പറയും, അതോ എന്റെ ലവർ 3 മാസം പ്രഗ്നന്റ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുന്നതെന്നും അവൻ പറയും. അത് കേട്ടതും അനിതയുടെ അച്ഛന് ഒരുപാട് ദേഷ്യം വരും. ആ ഒരു കാറിന്റെ ഡാഷ്ബോർഡിലാണല്ലോ ഒരു തോക്ക് വെച്ചിരുന്നത്. അതെടുത്ത് അച്ഛനാണെങ്കിൽ അവനെ അങ്ങ് വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അവന്റെ ഡെഡ് ബോഡി ആണെങ്കിൽ റോഡിൽ ഉപേക്ഷിച്ച് തന്റെ കുടുംബത്തിന്റെ അഭിമാനം താൻ കാത്തു രക്ഷിച്ചു എന്നൊരു ധൈര്യത്തോടു കൂടി അച്ഛൻ അവിടെ നിന്ന് നേരെ രജിസ്റ്റർ ഓഫീസിലേക്കും പോകും. വീട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്ന മതിയാണെങ്കിൽ തന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കും. വിവാഹം കഴിച്ചു വിടുന്ന സമയം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എപ്പോൾ ആ ഒരു ബന്ധം ശരിയല്ല എന്ന് തോന്നുന്നോ അപ്പോൾ നീ ആ വീട് വിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ പോയി ജീവിക്കണം, അല്ലാതെ മോശപ്പെട്ട ആളുകളോടൊപ്പം ഒരിക്കലും ജീവിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞ കാര്യമെല്ലാം അവൾ ഓർക്കുന്നു. അതിനുശേഷം അവളാണെങ്കിൽ ആ ഒരു വീട്ടുകാർ ഏത് ഡ്രസ്സ് ഇടരുതെന്ന് പറഞ്ഞോ അതേപോലത്തെ ഡ്രസ്സ് തന്നെ ഇട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്, ജീൻസും ടോപ്പും. മതിയെ കാണുന്ന അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കും ഒരുപാട് ദേഷ്യം വരും. നിന്നോട് എന്താ പറഞ്ഞത്, നീ എന്നിട്ട് എന്താ കാണിക്കുന്നത്? നിന്നോട് പറഞ്ഞില്ലേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് നിനക്ക് പുറത്തേക്ക് പോകാനാകൂവെന്ന്? നിനക്കല്ലാതെ ഇവിടുന്ന് പോകാനും പറ്റില്ല. നീ ഇപ്പോൾ അബോർഷൻ ചെയ്തതല്ലേ ഉള്ളൂ, ഇനിയും നിനക്ക് പ്രഗ്നന്റ് ആകുവാനുള്ള സാധ്യതയുണ്ട്. നമുക്കതുകൊണ്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ എന്ന് അമ്മായി അച്ഛൻ ചോദിക്കും. ഒരു അമ്മായി അച്ഛൻ പറയേണ്ട വാക്കുകളാണോ അയാൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ച് മതിയാണെങ്കിൽ അയാളെ ദൂരേക്ക് തള്ളിയെറിയും. അവിടെയാണ് ഒരു സത്യം പുറത്താകുന്നത്. എന്തെന്നാൽ മതിയോട് അവളുടെ ഭർത്താവ് അന്ന് രാത്രിയാണെങ്കിൽ ആ സത്യമെല്ലാം തുറന്നു പറഞ്ഞിരുന്നല്ലോ, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനല്ല എന്നുള്ളത്. പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. അന്ന് അവരുടെ ആദ്യ രാത്രി ദിവസം. അതിനു മുൻപായിട്ട് അവളുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും ഒരു ജോത്സ്യനെ കാണാൻ പോയിരുന്നല്ലോ. നിങ്ങളുടെ കുടുംബത്തില് അനന്തരാവകാശി വരണമെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ മകനെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ മകനാണെങ്കിൽ ഒരു ഗേ അല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് അടുത്ത അനന്തരാവകാശി വരണമെങ്കിൽ അതിനൊരാളെ കൊണ്ടേ പറ്റൂ, അത് നിങ്ങളുടെ ഭർത്താവാണെന്നും അമ്മായിയമ്മയോട് ആ ഒരു ജോത്സ്യൻ പറയുന്നു. എന്നാൽ അമ്മായിയമ്മയാണെങ്കിൽ ആദ്യം അതിനൊന്നും സമ്മതിക്കത്തില്ല. ഒടുവിൽ അമ്മായിയമ്മ ആ ഒരു കാര്യത്തിന് അംഗീകരിക്കുകയും ചെയ്യും. എനിക്ക് എന്റെ കുടുംബത്തില് പുതിയൊരു അനന്തരാവകാശി വരികയാണ് ആവശ്യം, മറ്റുള്ളവരുടെ മുന്നിലെല്ലാം എനിക്ക് തല ഉയർത്തി നിൽക്കണമെന്നും അമ്മായിയമ്മ പറഞ്ഞ് തന്റെ ഭർത്താവിനെ മരുമകളോടൊപ്പം പോകുവാനായിട്ടും അനുവദിക്കും. അന്ന് ഫസ്റ്റ് നൈറ്റ് ദിവസം അവൾ കഴിക്കേണ്ട പാലിലാണെങ്കിൽ ഉറക്ക ഗുളിക ഇട്ടാണ് അമ്മായിയമ്മ അവൾക്ക് കൊടുത്തതും. അവൾ ഉറക്കമായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അമ്മായിയച്ഛനാണെങ്കിൽ റൂമിലേക്ക് വരും. അന്നേ ദിവസം അവളുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടത് അമ്മായിയച്ഛനായിരുന്നു. അതിനുശേഷമാണ് തന്റെ മകനെ ആ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയതും. മകനാണെങ്കിൽ ആണുങ്ങളോടാണല്ലോ താല്പര്യം, അതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ഉറക്കമുണർന്ന മതി കരുതിയത് തന്റെ ഭർത്താവായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തതെന്നായിരുന്നു. അവൾക്കതൊന്നും അറിയത്തില്ലല്ലോ. സത്യമെല്ലാം ഇപ്പോൾ മതിക്ക് മനസ്സിലായിരിക്കുന്നല്ലോ. മതിയുടെ കൈവശം ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനുള്ളിൽ ഒരു തോക്കുമുണ്ടായിരുന്നു. തോക്ക് പുറത്തേക്കെടുത്ത മതിയാണെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങൾ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തോക്കെടുത്ത് അമ്മായി അച്ഛനെയും അമ്മായിയമ്മയും വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. മറ്റൊരു വശത്ത് അനിതയുടെ അച്ഛനാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തും. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. രജിസ്റ്റർ ഓഫീസിലെത്തിയ അച്ഛൻ കാണുന്നത് തന്റെ മകളായ അനിത മറ്റൊരു പയ്യനുമായി വിവാഹം നടക്കുന്നതാണ്. തന്റെ മകൾ മറ്റൊരു പയ്യനെ വിവാഹം കഴിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അനിതയുടെ അച്ഛൻ. അപ്പോൾ തന്നോടൊപ്പം കാറിലുണ്ടായിരുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ പയ്യനായിരുന്നല്ലേ, താൻ അവനെയാണല്ലോ വെടിവെച്ച് കൊന്നത് എന്ന് ചിന്തിച്ച് അച്ഛൻ നിൽക്കും. എന്നിട്ട് അച്ഛനാണെങ്കിൽ അടുത്തു നിന്നും ഒരു പെൺകുട്ടി കരയുന്നത് ശ്രദ്ധിക്കുന്നു. അവൾ പറയുന്നത്, എന്നെ വിവാഹം കഴിക്കാനിരുന്ന പയ്യൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വയറ്റിൽ കൈവച്ചാണ് അവൾ കരയുന്നതും. ആ പയ്യൻ പറഞ്ഞിരുന്നല്ലോ താൻ പ്രണയിക്കുന്ന പെൺകുട്ടി 3 മാസം പ്രഗ്നന്റ് ആണെന്ന്. അതെല്ലാം കണ്ട് അച്ഛൻ തകർന്നു പോയി. താൻ കാരണം ഒരു പാവപ്പെട്ട പയ്യൻ മരണപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ആ പെൺകുട്ടിയുടെ അടുത്തിരുന്ന് തലക്കടിച്ച് കരയുകയാണ് അച്ഛൻ.
തന്റെ ഭാര്യ മരണപ്പെട്ടതോർത്ത് രാജയാണെങ്കിൽ കരയുകയാണ്. അതേസമയം തന്നെ രാജയെ പിടികൂടുവാനായിട്ട് പോലീസും എത്തുകയായിരുന്നു. എന്നാൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് രാജയാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് പോലീസിനെ വിരട്ടും. പക്ഷെ അതിൽ വെടിയുണ്ടയില്ലായിരുന്നു. എന്നാൽ പോലീസ് പേടിച്ച് രാജയെ വെടിവെച്ച് കൊല്ലുന്നു. രാജയുടെ ആവശ്യം അത് തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും മരിക്കണമെന്ന ചിന്തയായിരുന്നു രാജയ്ക്കുണ്ടായിരുന്നതും. സാവിത്രിക്ക് ആ റൌഡിയോട് വല്ലാത്ത ദേഷ്യം. എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം, തന്റെ മകളെ റേപ്പ് ചെയ്ത് അവനെ കൊന്നേ മതിയാകൂ എന്നവൾ ചിന്തിച്ച് തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുമെടുത്ത് റൌഡിയുടെ താവളത്തിലേക്ക് വന്നു. അവിടെ അവന്റെ കൂട്ടാളികളും റൌഡിയും ഉണ്ടായിരുന്നു. കൂട്ടാളികളെയൊക്കെ വെട്ടിച്ച് അകത്തേക്ക് കടന്ന അവളാണെങ്കിൽ റൌഡിയെ വെടിവെച്ച് കൊന്നുകളയും. എന്നാൽ റൌഡിയെ സാവിത്രി വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് റൌഡിയുടെ കൂട്ടാളികളാണെങ്കിൽ അകത്തേക്ക് വരും. എന്നാൽ അവരാണെങ്കിൽ സാവിത്രിയെ തടയുവാനായി നോക്കുന്ന സമയം തന്നെ സാവിത്രിയുടെ കൂട്ടുകാരനായ നദീറും അവിടേക്ക് വരും. നദീർ ആണെങ്കിൽ റൌഡികളെ ഒക്കെ എടുത്തിട്ട് അടിക്കും. എന്നാൽ അത് കണ്ടുകൊണ്ട് കടന്നു വരുന്ന ആ ഒരു റൌഡിയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ മതി മതി, ഇവിടെ നിന്ന് എല്ലാവരും പോ, ഇയാൾക്ക് ഇത് ആവശ്യമായിരുന്നു, ഇയാൾ ചാവേണ്ടത് അത്യാവശ്യം തന്നെയാ, ഇനി ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് വരും. ചേച്ചി ഇനി പേടിക്കണ്ട, ചേച്ചി ഇവിടെ നിന്ന് പൊയ്ക്കോ, ചേച്ചിക്ക് ഇനി യാതൊരുവിധ പ്രശ്നവും വരില്ലെന്ന് ആ ഒരു പയ്യൻ പറയുന്നു. ആ പയ്യൻ യഥാർത്ഥത്തിൽ ആരെന്നാൽ സാവിത്രിയുടെ ട്രാൻസ്ജെൻഡറിനെ സഹായിച്ചില്ലേ, അവളുടെ കൂട്ടുകാരനാണ് ആ ഒരു പയ്യൻ. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരിയെ സഹായിച്ചതിന് പകരത്തിന് പകരം ചെയ്തതാണ് ഇതും. അയാൾക്ക് സാവിത്രിയോട് നല്ല കാര്യമായിരുന്നു. അങ്ങനെ സാവിത്രിയും ആ ഒരു പണത്തിന്റെ പ്രശ്നത്തിൽ നിന്നും ഫ്രീ ആവുകയാണ്. ഇവർക്കെല്ലാവർക്കും എങ്ങനെയാണ് ഒരു തോക്ക് കിട്ടിയതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ആദ്യം ഒരാളാണെങ്കിൽ ഒരു കുഞ്ഞിനെ വെടിവെച്ച് കൊന്നല്ലോ, അതിനുശേഷം അയാളാണെങ്കിൽ ആ ഒരു തോക്ക് ഉപേക്ഷിച്ചത് ഒരു തെർമോകോളിൽ കിടന്ന് ആ ഒരു തോക്ക് കിട്ടിയ ഒരാളിനെ കാണിക്കുന്നല്ലോ. അത് മറ്റാരുമല്ല, സാവിത്രിയായിരുന്നു. സാവിത്രിക്കാണ് ആദ്യം ആ ഒരു തോക്ക് കിട്ടിയത്. സാവിത്രി നേരെ തോക്കുമായിട്ട് ആ ഒരു ഗുണ്ടയെ കൊല്ലുവാനായിട്ട് ചെന്നല്ലോ. എന്നിട്ട് അവൾ അയാളെ കൊന്നിട്ട് തോക്ക് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയതും. ഗുണ്ടയുടെ അസിസ്റ്റന്റിന് ആ ഒരു തോക്ക് കിട്ടും. തോക്ക് എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണമെന്ന് കരുതിയാണ് ആ ഒരു ഗുണ്ട റോഡിലേക്ക് എത്തിയതും. പക്ഷേ അവിടെ ചെക്ക് പോസ്റ്റിൽ പോലീസ് നിൽക്കുന്നത് കണ്ട് പേടിച്ചവൻ ഒരു കാറിൽ ഉപേക്ഷിക്കുന്നു. ആ ഒരു കാറ് അനിതയുടെ അച്ഛന്റേതായിരുന്നു. ആ ഒരു കാറിൽ വെച്ചാണ് അനിതയുടെ അച്ഛൻ ആ ഒരു പയ്യനെ വെടിവെച്ച് കൊന്നതും. എന്നിട്ട് ആ ഒരു തോക്ക് കാറിന്റെ ഡാഷ്ബോർഡിൽ വെച്ചു. അതിനുശേഷം രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോഴാണ് തന്റെ മകൾ വിവാഹം കഴിച്ചത് തന്നോടൊപ്പം കാറിലുണ്ടായിരുന്ന പയ്യനെയല്ല, ഏതോ ഒരു പാവപ്പെട്ട പയ്യനെയാണ് താൻ കൊന്നതെന്നും അച്ഛന് മനസ്സിലായത്. അപ്പോൾ അച്ഛനാണെങ്കിൽ കാർ അവിടെ വെച്ചിട്ടാണല്ലോ അകത്തേക്ക് കയറിയതും. ആ ഒരു തക്കം നോക്കിയാണ് രാജയുടെ കൂടെയുള്ള ആ ഒരു ഗുണ്ടയുണ്ടല്ലോ, അവന്റെ ചേട്ടൻ അണ്ണൻ എന്നൊക്കെ പറയുന്ന അയാളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു കാർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ആ ഒരു അണ്ണൻ അസിസ്റ്റന്റിനോട് പറഞ്ഞിരുന്നല്ലോ എവിടെ നിന്നെങ്കിലും ഒരു വണ്ടി സംഘടിപ്പിക്കണമെന്ന്. അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് പോയതാണ് അനിതയുടെ അച്ഛന്റെ വണ്ടി. ആ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്നാണ് അവന് തോക്ക് കിട്ടിയതും. അങ്ങനെയാണ് അസിസ്റ്റന്റ് ആ ഒരു തോക്ക് രാജയെ ഏൽപ്പിച്ചല്ലോ. തോക്ക് രാജയ്ക്ക് കിട്ടിയതും അങ്ങനെയാണ്. രാജയാണെങ്കിൽ തന്റെ ഭാര്യ മരിച്ചതിൽ പിന്നെ ഈ തോക്കിനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് അവൻ നേരെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയം അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു മതി ഉണ്ടായിരുന്നതും. ഇനി ഈ ഒരു തോക്ക് തനിക്ക് എന്തിനാ എന്ന് ചിന്തിച്ച രാജയാണെങ്കിൽ മതി പോലും അറിയാതെ മതിയുടെ ബാഗിൽ തോക്ക് ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് മതിക്ക് തോക്ക് കിട്ടുന്നതും മതി ആ തോക്ക് വെച്ച് തന്റെ അമ്മായിയച്ഛനെയും അമ്മായിയമ്മയും വെടിവെച്ച് കൊന്നിട്ട് ആ വീട്ടിൽ നിന്ന് പോകുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.